മൂവി ക്രിയേഷൻ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ ഷൂട്ട് ഉടനെ ആരംഭിക്കും. നടീനടന്മാർ കയറി വരൂ. നോക്കി നിൽക്കുന്നേ, ഷൂട്ടിംഗ് ഇപ്പം തുടങ്ങും. പട്ടണ വാ. ഓഹോ, പ്രധാന നടിയൊക്കെ എത്തിയല്ലോ. കടന്നു വരൂ, ഇരിക്കൂ. ഇന്ന് ഈ വീട്ടിൽ നിന്നാണ് ഷൂട്ടിങ്. നടിയും നടന്മാരും ഒക്കെ സ്വസ്ഥമായിട്ട് ഇരിക്കൂ. നമുക്ക് പുതിയൊരു കഥ ഷൂട്ട് ചെയ്യാം. വിനോദേ, എന്താണ് കഥ? ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വേണം വേറെ ഷൂട്ടിങ്ങിന് പോവാൻ. എടാ വിനോദേ, പ്രധാന നടി ഞാൻ തന്നെയല്ലേ? പ്രധാന നടി നിങ്ങൾ തന്നെയാ. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ സ്ക്രിപ്റ്റ് എടുത്തിട്ടില്ല. എന്താ ചെയ്യും? കഥ എടുത്തിട്ടില്ലേ? ഞാൻ എന്റെ പണിയും കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ വരുന്നത്. കഥയിലൊക്കെ പിന്നെ അങ്ങനെ ഷൂട്ടിംഗ് ചെയ്യാല്ലേ വിനോദേ? ഷൂട്ടൊക്കെ ഉണ്ട്, കഥ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ ആലോചിക്കട്ടെ. ഞാനൊരു കഥ പറയാം. എന്നാ പറയാ? അതാ എന്റെ കയ്യിലുണ്ട്. ഏതായാലും നീ ഒരു കഥ പറ. ഒരു പാൽക്കാരി പെണ്ണ് പാൽപാത്രവുമായി വയൽ വരുമ്പത്തിലൂടെ വരുന്നു. പണ്ട് ഞാൻ പാലും കൊണ്ട് പോയിട്ടുണ്ട്. ഇത് എന്നെ കുറിച്ചുള്ള കഥയാണോ പറയുന്നത്? നിങ്ങളൊന്ന് മിണ്ടാണ്ടെന്നാൽ ഇയാൾ കഥ പറയട്ടെ. ഇത് എന്നെ കുറിച്ചുള്ള കഥയാണ്. എന്താ ഞാൻ സത്യമായിട്ട് നിങ്ങളെ കുറിച്ച് എഴുതിയ കഥയല്ല. നിങ്ങൾ അങ്ങനെ ആ കള്ള് ഷാപ്പിൽ കറി വെക്കാൻ കാർത്തിയാണി വന്നിട്ടുണ്ട്. അവളവിടെ പണിക്ക് നിൽക്കുക. നല്ല കറിയാന്ന് കേട്ടത് കേട്ടാ. അവസാനം അവള് കള്ള് ഷാപ്പിന്റെ മുതലാളിയായ ശ്രീധരനെ കല്യാണം കഴിച്ചു. നമുക്ക് ആ കഥ ഒരു വീഡിയോ ആക്കിയാലോ? എന്താ? കൊള്ളാം, ഇത് ചെയ്യേ. ഇത് ചെയ്യടാ. അത് നടക്കൂല. ഈ കഥയ്ക്ക് എന്താ പ്രശ്നം? ഇത് ചെയ്യാം. ആ കാർത്തികനെ ചേച്ചി ഞാൻ വലിയ പ്രേമത്തിലാണ്. ഇപ്പോഴും പ്രേമത്തിലാണോ? ഇപ്പോഴത്തെ കഥയല്ല, പണ്ട് ഞാൻ പ്രേമത്തിലാണെന്ന്. കാർത്തിയാണി എന്നിട്ട് എന്തിനാ ആ കള്ള് ഷാപ്പുകാരനെ കെട്ടിയത്? അത് പിന്നെ ഓളെ അച്ഛനെ 3 ലിറ്റർ കള്ളു കുടിക്കണം. ഇതിനെ കലുഷപ്പാറിനെ കെട്ടിയത് എന്തോ രഹസ്യം ഉണ്ടല്ലോ. എന്റെ രഹസ്യം മറ്റൊന്നുമല്ല. അച്ഛന് ഫ്രീ ആയിട്ട് 3 ലിറ്റർ കള്ള് ദിവസം കുടിക്കാം. അതിനു വേണ്ടിയാണ് കാർത്തിയായണി ആ കള്ള് ഷാപ്പുകാരന്റെ കൂടെ ജീവിക്കുന്നത്. അറിയോ? അത് കറക്റ്റ്. എന്നാ പിന്നെ എല്ലാവരും കള്ള് ഷാപ്പിലേക്ക് വിട്ടോ. അവിടെ നിന്നാണ് ഷൂട്ട്.